തരംഗമായി മാറുകയാണ് ശശി തരൂർ. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ബിജെപി താമര വിരിയിക്കാൻ കിണഞ്ഞ് പരിശ്രമിച്ചു രാജീവ് ചന്ദ്രശേഖറിലൂടെ. ഒരു ഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖർ 25,000-ൽ പരം വോട്ടിന് ലീഡ് ചെയ്യുകയും ചെയ്തു. പിന്നീട് ശശി തരൂർ രാജീവ് ചന്ദ്രശേഖറെ വീഴ്ത്തി. 4ാം തവണ തിരുവനന്തപുരത്തിന്റെ MP ആയി ശശി തരൂർ ഡൽഹിയിലേക്ക് പറക്കുമ്പോൾ അദ്ദേഹത്തിന് ചില നിയോഗങ്ങൾ കൂടി കൊടുക്കുന്നു കോൺഗ്രസ്. വെറുതെ ഒരു MP ആയതല്ല ശശി തരൂർ, പൊരുതി നേടിയതാണ് 4ാം തവണത്തെ MP പട്ടം. 4ാം തവണ അദ്ദേഹത്തിന് ശക്തമായ വെല്ലുവിളിയുമായി രാജീവ് ചന്ദ്രശേഖർ വന്നു. പണം വാരി എറിഞ്ഞു വ്യവസായിയായ രാജീവ് ചന്ദ്രശേഖർ. പണം വാരി എറിയുക മാത്രമല്ല, എവിടെയൊക്കെ വോട്ട് മറിക്കാമോ അവിടെയൊക്കെ വോട്ട് മറിക്കാൻ ശ്രമിച്ചു രാജീവ് ചന്ദ്രശേഖർ. പക്ഷേ തിരുവനന്തപുരം ജില്ലയിലെ ന്യൂനപക്ഷ സമുദായം ശശി തരൂരിനെ കൈവിട്ടില്ല. ശശി തരൂർ ജയിച്ചു 4ാം തവണ. ഇത്തവണ ശശി തരൂരിന് ഒരുപാട് നിയോഗങ്ങൾ കൊടുക്കുകയാണ് കോൺഗ്രസ്. ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവായി KC വേണുഗോപാലിനെ തെരഞ്ഞെടുക്കാനൊക്കെ രാഹുൽ ഗാന്ധിക്ക് താൽപര്യമുണ്ടായിരുന്നു. കാരണം രാഹുൽ ഗാന്ധിക്ക് പ്രതിപക്ഷ നേതാവാകാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് പിടിപ്പത് പണിയുണ്ട്. ഭാരത് ജോഡോ യാത്ര വീണ്ടും തുടങ്ങിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായ കൈകളിൽ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം കൊടുക്കാൻ രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നു. പ്രിയങ്കയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം പ്രിയങ്കയുടേത് കന്നി അംഗമാണ്. പെട്ടെന്ന് പ്രിയങ്കയെ പ്രതിപക്ഷ നേതാവാക്കാനും പറ്റില്ല. ഈ സാഹചര്യത്തിൽ ശശി തരൂരിനെ പ്രതിപക്ഷ നേതാവാക്കാൻ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും തീരുമാനിച്ചിരിക്കുന്നു. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിനു വേണ്ടി മല്ലികാർജ്ജുൻ ഖാർഗെയുമായി മത്സരിച്ച ഒരു പാരമ്പര്യം ശശി തരൂരിനുണ്ട്. ഗാന്ധി കുടുംബത്തിന്റെ പെറ്റായ മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസ് അധ്യക്ഷനായി മാറിയെങ്കിലും ഖാർഗെയ്ക്ക് ശശി തരൂരിനെ ഏറെ ഇഷ്ടമാണ്. വാക്കുകളിലൂടെ മോദിയെ കീറിമുറിക്കുന്ന, എഴുത്തുകളിലൂടെ മോദിയെ കീറിമുറിക്കുന്ന ഒരു വ്യക്തിത്വം, അതാണ് ശശി തരൂർ. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ പാർലമെന്റിലെ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കാൻ ഏറ്റവും യോഗ്യൻ ശശി തരൂറാണെന്നുള്ളത് വ്യക്തം. ആ സത്യം കോൺഗ്രസും തിരിച്ചറിഞ്ഞിരിക്കുന്നു. രാഹുൽ ഗാന്ധി തരൂരിനോട് അനുഭാവപൂർണമായ സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ശശി തരൂരിനെ ഇനി വെറുതെ MP ആക്കി വിട്ടാൽ പറ്റില്ല എന്നുള്ളത് കോൺഗ്രസും തിരിച്ചറിഞ്ഞിരിക്കുന്നു. ശശി തരൂരിനെ പ്രതിപക്ഷ നേതാവായി ഉയർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി ഒരു കളി ആരംഭിച്ചിരിക്കുന്നു. ആ കളി BJPയെ മുൻചൂട് നശിപ്പിക്കുന്ന കളിയാണ്. ചില്ലറക്കാരനൊന്നുമല്ല ശശി തരൂർ. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെല്ലാം ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ കേൾക്കാനായി ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികൾ, ഗവേഷണ വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്നു. ഇന്ത്യയുടെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ, ഇന്ത്യയുടെ മനസ്സിന്റെ തുടുപ്പായ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ, അതൊക്കെ ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ശശി തരൂർ കഴിഞ്ഞ കോൺഗ്രസ് അധ്യക്ഷനാകാൻ ശക്തമായ പോരാട്ടം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി നടത്തി. പക്ഷേ ഗാന്ധി കുടുംബം മല്ലികാർജ്ജുൻ ഖാർഗെയെ സംരക്ഷിച്ചു. ഇത്തവണ ഗാന്ധി കുടുംബം പ്രതിപക്ഷ നേതാവായി കാണുന്നത് ശശി തരൂരിനെയാണ്. KC വേണുഗോപാൽ പ്രതിപക്ഷ നേതാവായി മാറും എന്നായിരുന്നു പൊതുവെയുള്ള ഒരു ധാരണയും പൊതുവെയുള്ള കോൺഗ്രസുകാരുടെ ചർച്ചയും. മാധ്യമപ്രവർത്തകർക്ക് മുമ്പിലും അതായിരുന്നു ചർച്ച. പക്ഷേ KC വേണുഗോപാലിന് ഒരു പാൻ ഇന്ത്യ ഇമേജ് ഇല്ല, അന്തർദേശീയ ഇമേജ് ഇല്ല. അന്തർദേശീയ ഇമേജുള്ള കേരളത്തിലെ ഏക വ്യക്തി, ദക്ഷിണേന്ത്യയിലെ ഏക വ്യക്തി ശശി തരൂറാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കഴിഞ്ഞാൽ അന്തർദേശീയ ഇമേജുള്ള വ്യക്തി, 4ാം തവണ തിരുവനന്തപുരത്ത് നിന്ന് വിജയിച്ച വ്യക്തി, അദ്ദേഹം തന്നെ പ്രതിപക്ഷ നേതാവാകണമെന്ന് രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നു. വല്ലാത്തൊരു ട്വിസ്റ്റാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ശശി തരൂരിന് പ്രതിപക്ഷ നേതാവാകാൻ ഒരു താൽപര്യവുമില്ല. പക്ഷേ പാർട്ടി നിർദ്ദേശിച്ചാൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവാകും. അദ്ദേഹത്തിന് ഒരുപാട് ആഗ്രഹം കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കണമെന്നായിരുന്നു. തമ്മിൽ തല്ലുന്ന കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാൻ പാടാണെന്നുള്ളത് തരൂറും തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തരൂറിന് ഇത്തവണ
കിട്ടിയിരിക്കുന്നത് ലോക്സഭയിലെ പ്രധാന പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം. ലോക്സഭയിൽ മോദി സർക്കാരിനെതിരെ അദ്ദേഹം പ്രവർത്തിക്കും. മോദി സർക്കാരിനെതിരെ അദ്ദേഹം ചാട്ടുളി പോലെയുള്ള വാചകങ്ങളാൽ മോദി സർക്കാരിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാതെയാക്കും. മറ്റൊന്നുകൂടിയുണ്ട് ശശി തരൂരിന്. നിതീഷ് കുമാറുമായും ചന്ദ്രബാബു നായിഡുമായും അദ്ദേഹത്തിനുള്ള ബന്ധം, സുദൃഢമായ ബന്ധം. മോദി സർക്കാരിന് താഴെയിടാൻ ഇന്ത്യ മുന്നണി ഓരോ അവസരവും നോക്കിയിരിക്കുകയാണ്. ഈ സമയത്ത് ശശി തരൂരിനെ പോലെയുള്ള ഒരു വ്യക്തിത്വം പ്രതിപക്ഷ നേതാവാകുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് അത് ഏറെ എളുപ്പമായി മാറും. എന്തായാലും ഏറെ വൈകി കോൺഗ്രസ് നല്ലൊരു തീരുമാനം എടുത്തിരിക്കുന്നു. ശശി തരൂരിനെ പ്രതിപക്ഷ നേതാവാക്കാനുള്ള തീരുമാനം. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ നല്ല തീരുമാനങ്ങൾ അവർ എടുക്കാറില്ല. അതുകൊണ്ടാണ് അവർ തകർന്നുപോയത്. ഇത്തവണ അവർ കരുത്താർജിച്ച് വന്നിരിക്കുന്നു. ശശി തരൂർ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തിന്റെ വലം കൈയായി രാഹുൽ ഗാന്ധി, ഇടം കൈയായി പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ എത്തുമ്പോൾ അത് മോദിക്ക് തീരാ തലവേദനയായി മാറും. ശശി തരൂരിന്റെ ചാട്ടുളി പോലെ കടന്നു കയറുന്ന വാക്കുകൾ, രാഹുൽ ഗാന്ധിയുടെ ജനകീയ ഇമേജ്, പ്രിയങ്ക ഗാന്ധിയുടെ തന്റെ ഇടം, ഇതൊക്കെ കൊണ്ട് പാർലമെന്റ് കോൺഗ്രസ് കീഴടക്കും. മോദിക്ക് ഓരോ ദിവസവും ആസനത്തിൽ പന്നിപ്പടക്കം വെച്ചതുപോലെയാകും. മോദിക്ക് ഇരിപ്പുറയ്ക്കില്ല. ഇരിപ്പുറയ്ക്കാതെ മോദിയെ പുകച്ചു ചാടിക്കുക, അതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. അതിനുവേണ്ടി അവർ എന്ത് ത്യാഗവും സഹിക്കും. കോൺഗ്രസിനോടൊപ്പം ഇപ്പോൾ കോൺഗ്രസ് മാത്രമല്ല, ഇന്ത്യ മുന്നണിയുമുണ്ട്. സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും DMKയും ഒക്കെ അണിനിരക്കുന്ന ഇന്ത്യ മുന്നണി. ആ ഇന്ത്യ മുന്നണി കോൺഗ്രസിനോടൊപ്പം നിൽക്കുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് കരുത്തേറുകയാണ്. CPMഉം CPIയും ഒക്കെ ഇന്ത്യ മുന്നണിയെ പിന്താങ്ങുന്നു. ഇന്ത്യ മുന്നണി വലിയൊരു ശക്തി ദുർഗമായി മാറുകയാണ്. ആ ഇന്ത്യ മുന്നണിയെ പാർലമെന്റിൽ നയിക്കാൻ ശശി തരൂർ. അതാണ് ഇപ്പോൾ പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട്. അതുകൊണ്ടാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നത്. നിങ്ങൾ ഉറങ്ങുമ്പോൾ ഞാൻ ഉണർന്നിരിക്കും. ഓരോ വാർത്തകളും നിങ്ങളുടെ അടുക്കലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കും. എന്നാലാവും വിധം. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും, എന്തൊക്കെ തിരിച്ചടികൾ ഉണ്ടായാലും, ആരോഗ്യപരമായ തിരിച്ചടികളാണ്, വേറെ തിരിച്ചടികളൊന്നും എനിക്കില്ല. തിരിച്ചടിക്കാൻ ഒരുത്തനും ചങ്കുറപ്പുമില്ല. പക്ഷേ എന്തൊക്കെ തിരിച്ചടികൾ ഉണ്ടായാലും സത്യസന്ധമായ വാർത്തകൾ നിങ്ങളിൽ എത്തിക്കാൻ ഞാൻ ശ്രമിക്കും. ഒന്നും കൂടെ ഞാൻ പറയുന്നു, പൊളിറ്റിക്സ് കേരള ഒരു കുടുംബമാണ്. നമ്മളെല്ലാവരും ഒരേ കുടുംബത്തിലെ അംഗങ്ങൾ. നിങ്ങൾക്ക് വിഷമം വരുമ്പോൾ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. എനിക്ക് വിഷമം വരുമ്പോൾ ഞാൻ നിങ്ങളെയും വിളിക്കും. അങ്ങനെ പൊളിറ്റിക്സ് കേരള ഒരു പ്രസ്ഥാനമായി മാറുകയാണ്. ഈ സ്റ്റോറിക്ക് പിന്നാലെ എന്റെ ഫോൺ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ എന്റെ ഫോൺ നമ്പർ കിട്ടാത്ത പ്രേക്ഷകർ വിളിക്കുക, എന്നോടൊപ്പം സംവേദിക്കുക. ശശി തരൂർ വലിയൊരു സ്ഥാനത്തേക്ക് പോവുകയാണ്. ഇന്ത്യയിലെ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്ന പ്രധാന ഘടകമായി തരൂർജി മാറുകയാണ്. 4ാം തവണയും തിരുവനന്തപുരത്ത് നിന്ന് വിജയിച്ചു കയറിയ അദ്ദേഹത്തിന് തക്കതായ ഒരു സ്ഥാനം കോൺഗ്രസ് നൽകുകയാണ്. ഇതുവരെ അദ്ദേഹത്തിന് തക്കതായ ഒരു സ്ഥാനം നൽകിയിട്ടില്ല. പക്ഷേ ഇനി നൽകിയേ പറ്റൂ. കാരണം ശശി തരൂരിനെ കോൺഗ്രസിന് ആവശ്യമാണ്. ശശി തരൂരിനെ പോലെയുള്ള പുതിയ വ്യക്തിത്വങ്ങളാണ് ന്യൂജൻ തലമുറയുടെയും പഴയ തലമുറയുടെയും ഭാഗമായി നിൽക്കുന്ന, ഒരേപോലെ ഭാഗമായി നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ് കോൺഗ്രസിന് ഇനി ആവശ്യം. എന്തായാലും ഈ വീഡിയോയ്ക്ക് പിന്നാലെ, ഈ സ്റ്റോറിക്ക് പിന്നാലെ എന്റെ ഫോൺ നമ്പർ കൊടുക്കുന്നു. എന്നെ വിളിച്ചിട്ടില്ലാത്ത പ്രേക്ഷകർ, അല്ലെങ്കിൽ എന്റെ ഫോൺ നമ്പർ കിട്ടാത്ത പ്രേക്ഷകർ
എന്നെ വിളിക്കുക. പിന്നെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ തെറിവിളികൾ വരുന്നുണ്ട്. തെറിക്ക് ഉത്തരം മുറിപ്പത്തൽ കൊടുക്കാൻ എനിക്കറിയാം, നന്നായി അറിയാം. അതുകൊണ്ട് അതൊന്നും ഞാൻ കാര്യമായി എടുക്കുന്നില്ല. എന്റെ ഫോൺ നമ്പർ കൊടുക്കുന്നു. എന്റെ ഫോൺ നമ്പർ കൊടുക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂസ് നിങ്ങളുമായി ഷെയർ ചെയ്തുകൊണ്ടാണ്.